വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. അപ്പം വീഡിയോ ഇഷ്ടമാവാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതിൽ ഞാനൊരു കാഷ്യൂ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടതൊരു 25 കാഷ്യൂസ്, പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ ആവശ്യത്തിനുള്ള നെയ്യ്, ഒരു ഗ്രേറ്റഡ് ക്യാരറ്റ്, പിന്നെ ഹാഫ് എ ലെമണും ഒരല്ലി ഗാർലിക്കും. പിന്നെ ഞാൻ 2 പേർക്ക് വേണ്ടി 4 ബ്രെഡാണ് ഇപ്പോൾ എടുത്തത്, ആവശ്യത്തിന് ഉപ്പും. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിൽ കാഷ്യൂ ചേർക്കുക, ആവശ്യത്തിന് വെള്ളം ഇട്ട് നല്ല തിക്ക് പേസ്റ്റായിട്ട് കാഷ്യൂ അരച്ചെടുക്കണം. കാഷ്യൂ നല്ല പേസ്റ്റായി അരച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കുക. അത് നമ്മുടെ മൈനേഴ്സിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളമൊന്നും ചേർക്കണ്ട. എന്നിട്ട് അതിലൊരു ഗാർലിക്കും പിന്നെ ചെറുനാരയും കൂടെ ചേർത്ത് അതിൽ ഉപ്പും കൂടെ ഇട്ട്, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ ഒന്നും കൂടെ അരച്ചെടുക്കാം. അപ്പം നമ്മൾ കാഷ്യൂവിൽ ഗാർലിക്കും ലെമണും സോൾട്ടും ചേർത്ത് നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ പേസ്റ്റ് ക്യാരറ്റിലേക്ക് ചേർക്കുക, ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റിലേക്ക് ചേർക്കുക. എന്നിട്ട് സോൾട്ട് നോക്കുക. ഉപ്പ് ഓക്കെ ആണെങ്കിൽ പിന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ആഡ് ചെയ്യാം, നിങ്ങളുടെ ആവശ്യം അനുസരിച്ച്. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ക്യാരറ്റിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റും ക്യാബേജും അല്ലെങ്കിൽ ലെറ്റൂസ് ലീവ്സും കുക്കുംബറും ഒക്കെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പം ക്യാരറ്റാണുള്ളത്, അതുകൊണ്ടാണ് ഞാനിപ്പം ക്യാരറ്റ് യൂസ് ചെയ്തത്. ഇത് നല്ല പേസ്റ്റ് ആക്കി എടുക്കുക. അത് ബ്രെഡിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നൊരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സ്പ്രെഡ് ഇപ്പം ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കണം. ബ്രെഡ് ഞാനിവിടെ നോർമൽ ഗീയിലാണ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്, ബട്ടറിലല്ല. ബട്ടറിൽ ടോസ്റ്റ് ചെയ്യുമ്പോഴും ഗീയിൽ ടോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പം എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയത് നെയ്യിൽ തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ നോർമലി ബട്ടർ സ്പ്രെഡ് ചെയ്യുന്ന പോലെ നെയ്യ് നല്ലപോലെ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക 2 സൈഡിലും. ഞാൻ മൾട്ടിഗ്രെയിൻ ബ്രെഡാണ് ഇവിടെ എടുത്തത്. നിങ്ങൾക്ക് ഏത് ബ്രെഡും എടുക്കാം. മൾട്ടിഗ്രെയിൻ ആകുമ്പോൾ കുറച്ചുകൂടെ ന്യൂട്രീഷ്യസ് ആവും. ഇനി നെയ്യ് സ്പ്രെഡ് ചെയ്ത് വെച്ച ബ്രെഡ് ഒരു നോൺ സ്റ്റിക്ക് പാനിലിട്ടാണ് ഞാൻ ടോസ്റ്റ് ചെയ്യണത്. അപ്പം ഇവിടെ ഞാൻ ടോസ്റ്ററൊന്നും യൂസ് ചെയ്യുന്നില്ല, നോർമൽ നോൺ സ്റ്റിക്ക് പാൻ തന്നെയാണ് ടോസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബ്രെഡ് നമുക്ക് പാനിൽ വെച്ചൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഇതിൻ്റെ കളർ ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ ടോസ്റ്റ് ചെയ്യാം. ഒരു സൈഡ് ടോസ്റ്റ് ആകുമ്പം നല്ല നെയ്യ് നല്ല മുരിഞ്ഞ സ്മെല്ല് വരും. അപ്പം മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ്. നമ്മളെ ബ്രെഡ് ഓൾമോസ്റ്റ് ടോസ്റ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് ഇപ്പം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച കാഷ്യൂ സ്പ്രെഡ് ബ്രെഡിൽ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ മയോണൈസിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പ്രെഡാണിത്. ഇതിൽ അൺഹെൽത്തി ആയിട്ട് ഒന്നുമില്ല. എഗ്ഗോ അതേപോലെ മയോണൈസിൽ യൂസ് ചെയ്യുന്ന പോലെ ഡയറി പ്രൊഡക്ട്സോ ഒന്നുമില്ല. കാഷ്യൂ നല്ല സോഴ്സ് ഓഫ് ഫാറ്റാണ്. അതുപോലെ തന്നെ ക്യാരറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ്. ഇനി നെയ്യാണെങ്കിലും നെയ്യ് നല്ല സോഴ്സ് ഓഫ് ഫാറ്റാണ്. ഈവൻ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്ക് പോലും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഡയറി പ്രൊഡക്റ്റാണ് നെയ്യ്. നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്.